അങ്ങനെ പ്രതിരോധ വിശേഷങ്ങൾക്ക് ശേഷം നമ്മളിനി നേരെ പോകുന്നതേ ഈ AI-യുടെ വരവ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ വരവ് തൊഴിൽ മേഖലയ്ക്ക് മൊത്തത്തിൽ പണിയാകുമോ എന്ന ആശങ്കകൾക്കിടയിൽ മോഡലിംഗ് രംഗത്ത് പുതിയൊരു വിവാദം വന്നിട്ടുണ്ട്. AI മോഡൽസിനെ വെച്ചുള്ള ഗസ്റ്റ് ബാൻഡിന്റെ പരസ്യം വോഗ് മാഗസിൻ പ്രസിദ്ധീകരിച്ചതിലാണ് വലിയ വിവാദം. ആദ്യമായി AI മോഡൽസിനെ അവതരിപ്പിച്ച് ചരിത്രം സൃഷ്ടിക്കാനിറങ്ങിയ വോഗ് മാഗസിൻ ഇപ്പോൾ എയറിലാണ്. ഹോളിവുഡിൽ വരെ AI-യുടെ വരവിനെതിരെ സമരം നടന്ന സമയമാണിത്. അപ്പോഴാണ് ലോകത്തെ ഏറ്റവും വലിയ ഫാഷൻ മാഗസിനായ വോഗ് AI സൃഷ്ടിച്ച മോഡലിനെ വെച്ചുള്ള ഗസ് ബ്രാൻഡ് പരസ്യം പ്രസിദ്ധീകരിച്ചത്. സെറാഫിൻ വല്ലോറ എന്ന കമ്പനിയാണ് ഗസ്സിനു വേണ്ടി AI മോഡലിനെ സൃഷ്ടിച്ചത്. ഗസ്സിന്റെ സഹസ്ഥാപകൻ പോൾ മാർസിയാനോ തങ്ങളെ സമീപിക്കുകയായിരുന്നുവെന്ന് സെറാഫിൻ സ്ഥാപകരായ വാലന്റീന ഗോൺസാലസും ആൻഡ്രിയ പെട്രസ്കും പറഞ്ഞു. സമ്മർ ഫാഷൻ ക്യാമ്പയിനു വേണ്ടി AI ജനറേറ്റർ മോഡൽസ് വേണമെന്നാവശ്യപ്പെട്ടു. 5 ക്രിയേറ്റർമാരെ വെച്ച് ഒരു മാസം കൊണ്ട് 10 മോഡലുകളെ ഉണ്ടാക്കി. പോൾ മാർസിയാനോ അതിൽ നിന്ന് 2 AI മോഡലുകളെ തിരഞ്ഞെടുത്തു. ഇതാണ് വോഗിന്റെ ഓഗസ്റ്റ് പ്രിന്റ് എഡിഷൻ. ആദ്യമായാണ് AI ജനറേറ്റർ മോഡൽസ് വോഗ് മാഗസിന്റെ ഭാഗമാകുന്നത്. ചിത്രം പബ്ലിഷ് ചെയ്തതോടെ ഫാഷൻ ലോകത്തെ പ്രമുഖ മോഡലുകളടക്കം പലരും വിമർശ പ്രതികരണങ്ങൾ നടത്തി. AI മോഡൽസ് യഥാർത്ഥ മോഡലുകളുടെ അവസരമില്ലാതാക്കുമെന്നാണ് വിമർശനം. ഗസ് ബ്രാൻഡ് ഷൂട്ട് ചെലവ് കുറയ്ക്കാനാണ് AI മോഡലുകളെ സൃഷ്ടിച്ചതെന്നും വിമർശനമുണ്ട്. കഴിഞ്ഞ 10 വർഷത്തിനിടെ ഫാഷൻ ലോകത്ത് വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. വാലന്റീന സാംപയോ എന്ന ട്രാൻസ് വിക്ടോറിയ സീക്രട്ട് എന്ന ബ്രാൻഡിന്റെ മോഡലായി. ഗ്ലോബൽ ക്യാമ്പയിനുകളിൽ ഹിജാബ് ധരിച്ച മോഡൽ ഹലീമ അദൻ വന്നു. സാവേജ് ഫെന്റി പോലുള്ള വമ്പൻ ബ്രാൻഡുകളുടെ റൺവേയിൽ പ്ലസ് സൈസ് മോഡൽസ് വന്നു. അതായത് പഴയ കാഴ്ചപ്പാടിനെ പൊളിച്ചു. എന്നാൽ AI കടന്നുകയറ്റം ഫാഷൻ വ്യവസായത്തിലെ തൊഴിലാളികളുടെ അവകാശത്തെ പ്രതികൂലമായി ബാധിക്കുമെന്നാണ് മോഡൽ അലയൻസ് സ്ഥാപക സാരാസിഫ് അടക്കം ചൂണ്ടിക്കാട്ടുന്നത്. ഫാഷൻ വ്യവസായ തൊഴിലാളി സിന്ദാബാദ് എന്ന മുദ്രാവാക്യത്തിന് സമയമായി എന്നർത്ഥം. എന്റർടൈൻമെന്റ് ഡെസ്ക്, ന്യൂസ് മലയാളം.